മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. സോ മോഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളാണ് റെഫറൻസ് ഒബ്ജക്റ്റും ഞാനാണ് മൂവിങ് ബോഡിയും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സറൗണ്ടിങ്സുമായി ചുറ്റുപാടുമായി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളാണ് എൻ്റെ ചുറ്റുപാട്. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, പിന്നെ മറ്റൊരു സ്ഥലത്തായി, പിന്നെ മറ്റൊരു സ്ഥലത്തായി, പിന്നെ മറ്റൊരു സ്ഥലത്തായി. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളാണ് സറൗണ്ടിങ്സ്, ഞാനാണ് ബോഡി. അപ്പോൾ ഒരു ബോഡിയുടെ പൊസിഷൻ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് മാറുന്നുണ്ടെങ്കിൽ ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഇനി മാറുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ റെസ്റ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്റ്റേഷനറി എന്നും പറയാറുണ്ട്. ഒന്ന് വായിച്ച എല്ലാവരും. ഒബ്ജക്ട്സ് ദാറ്റ് ചേഞ്ച് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദെയർ സറൗണ്ടിങ്സ് ആർ കൺസിഡേർഡ് ടു ബി ഇൻ മോഷൻ. അപ്പം ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അതേസമയം വൈൽ ദോസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദ പൊസിഷൻ മാറ്റാത്ത ആൾക്കാരെ നമ്മൾ എന്തും പറയും? സ്റ്റേഷനറി എന്ന് പറയും. അതിന് മറ്റൊരു പേരാണ് റെസ്റ്റ് എന്ന് പറയും. എന്താ പറയുക? റെസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള, അല്ലെ, നമ്മൾ ചുറ്റും കാണാറുള്ളതാണ്. കാറ് പോകുന്നു, ബൈക്ക് പോകുന്നു, ഒരു സ്കൂളിൽ നമ്മൾ ഓടിക്കളിക്കുന്നു. ഞാൻ ബെഞ്ചിൽ ഇങ്ങനെ ഉറക്കുന്നു, ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ രണ്ട് പിള്ളേർ കിടന്ന് ബഹളം വെക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, അവർ മോഷനിലാണ്. അവർ നമ്മളെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ റെസ്റ്റിലാണ് എന്നൊക്കെ നമ്മളോട് പറയല്ലേ? യെസ്. അപ്പോൾ അത് തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കി ഒരു ജയന്റ് വീലിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഉത്സവത്തിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഹോഴ്സിൽ ഒരാൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബുക്ക് വെറുതെ ടേബിളിലിരിക്കുന്നു. സോളാർ സിസ്റ്റമാണ്. സൂര്യൻ, ഭൂമി, സാറ്റേൺ, ജൂപ്പിറ്റർ, ഇങ്ങനെ കുറേ പ്ലാനറ്റ്സ് സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷി ഒരു കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഈ സിറ്റുവേഷൻസ് നോക്കിയിട്ട് ഇവർ പറഞ്ഞ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ചെയ്യാം. ഇവർ ആദ്യം പറയുന്നത് ചൈൽഡ് ഓൺ എ മൂവിങ് ജയന്റ് വീൽ എന്നാണ്. അതായത് ഈ കാണുന്ന ജയന്റ് വീലിൽ ഒരു കുട്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്, ആരുടെ വീക്ഷണത്തിലാണ് അല്ലെങ്കിൽ ആരാണ് ഈ കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ മോഷൻ ആണോ റെസ്റ്റ് ആണോ എന്ന് പറയാൻ. അപ്പം ചൈൽഡ് ഇൻ എ മൂവിങ് ജയന്റ് വീൽ എന്നാണ്. ഈ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കുട്ടീനെ വ്യൂ ചെയ്യുന്നത്, ആരാണ് ഈ കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നടക്കുമ്പോൾ നിങ്ങളാണ് എന്നെ നോക്കുന്നത്, അതേപോലെയാണ്. അപ്പം ഈ ജയന്റ് വീലിൽ, ആ ജയന്റ് വീലിൻ്റെ അടുത്ത് തന്നെ വേറൊരു കൊച്ചിരിപ്പുണ്ട്. ആ കൊച്ചാണ് ഈ കുട്ടീനെ നോക്കുന്നത്. അപ്പം ആ കുട്ടി അവിടെ റെസ്റ്റിലിരിക്കുകയല്ലേ? ആ കുട്ടിക്ക് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. രണ്ടുപേരും അവിടെ അനങ്ങാതിരിക്കുകയാണ്. രണ്ടുപേർക്കും മൂവ്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെന്ന് പറയാം. ഇനി ജയന്റ് വീലിൽ കറങ്ങുന്ന കുട്ടീനെ നോക്കുന്ന ആരാന്നറിയോ? എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ ആ കുട്ടീനെ നോക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം അതെന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ ഐഡിയ. ഇനി പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്. അപ്പം ഹോഴ്സിന് എങ്ങനെയാണ് ആ പേഴ്സണെ വ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരാള് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുതിര നോക്കുമ്പോൾ ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അയാൾക്ക് പൊസിഷനിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയാം കുതിര നോക്കുമ്പോൾ അയാൾ റെസ്റ്റിലാണ്. ഇനി ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുതിരയും പോകുന്നുണ്ട്, അയാൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്ന് പറയാം. കണ്ടോ? അപ്പൊ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. ഒരു വസ്തുവിന്റെ മോഷനാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ട്വിഗ് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈയിങ് ബേർഡ്. ഒരു ബേർഡ് ഒരു കമ്പ് ഇങ്ങനെ അതിന്റെ ചുണ്ടിൽ ഇങ്ങനെ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്പിനെ ആ ബേർഡ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് ചോദ്യം. ബേർഡ് നോക്കുമ്പോൾ ആ കമ്പിന് മൂവ്മെന്റ് ഒന്നുമില്ല, കമ്പ് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് പറയാം ബേർഡിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അതെന്താണ്? റെസ്റ്റിലാണ് എന്ന് പറയാം. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. താഴെ നിന്ന് ഒരാൾ ആ പക്ഷീനെ നോക്കുമ്പം ആ പക്ഷി മൂവ് ചെയ്യുന്നുണ്ട്, ആ കമ്പ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാം എന്താണ്? അത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെന്ന് ടിക്ക് ചെയ്യാം. ഇനി എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സൂര്യനും അതേപോലെ നമ്മുടെ ചന്ദ്രനും എല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം സൂര്യൻ ഭൂമിനെ കാണുന്നത് എങ്ങനെയാണ്? സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ ഭൂമിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നോക്കുന്ന നേരത്ത് ഭൂമി സൂര്യനെ ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം സൂര്യന്റെ പോയിന്റ് ഓഫ് വ്യൂല്
അത് ഭൂമി മോഷനിലാണ് എന്ന് പറയാം. ഇനി ചന്ദ്രൻ ആണെങ്കിലോ, ചന്ദ്രൻ നോക്കുമ്പോൾ അത് തന്നെയാണ്. ചന്ദ്രൻ നോക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിന്റെ ചുറ്റുമായിട്ട് സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കറക്റ്റ് ആണ്, ഇതും സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. ഇനി ലോഗ് ഓഫ് വുഡ് ഇൻ എ മൂവിങ് ലോറി, ഒരു ലോറിക്കകത്ത് എന്ത് ചെയ്യാണ്, കുറെ തടി കഷ്ണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഈ ലോറിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുക, തടി കഷ്ണത്തിന് മൂവ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെന്ന് പറയാം. ആ സമയം അപ്പുറത്തും ഇപ്പുറത്തുള്ള മരങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ലോറി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ആ തടി കഷ്ണവും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം അത് എന്ത് ചെയ്യാണ്, അത് മോഷനിലാണെന്ന് പറയാം. എ ബുക്ക് ഓൺ എ ടേബിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ടേബിൾ നോക്കുന്ന നേരത്ത് ബുക്കിന് മോഷൻ ഒന്നുമില്ല, ബുക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് എന്ന് പറയാം. ഇനി സൂര്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യൻ നോക്കുമ്പോഴും എന്താണ്, സൂര്യൻ നോക്കുമ്പോൾ ഭൂമിയെയാണ് നോക്കുന്നത്, ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്ന് പറയാം. ഓക്കെ.